എല്ലാ മാന്യപ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജൂലൈ 11, ലോക ജനസംഖ്യാ ദിനം. വർത്തമാന കാലഘട്ടത്തിൽ ലോകത്തിന് തന്നെ ഭീകരമായ സ്ഥിതിവിശേഷമായി തീരുകയാണ് ജനസംഖ്യാ വർധനവ്. നാളേക്ക് ഭീഷണിയാകുന്ന ജനസംഖ്യാ വർധനവ് തുടർന്നു പോകുമ്പോൾ ഇന്ന് ലോക ജനസംഖ്യാ ദിനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട്. ജൂലൈ 11 നാം വേൾഡ് പോപ്പുലേഷൻ ഡേ ആയി ആഘോഷിക്കുമ്പോൾ നാം ഇന്ന് സാമൂഹ്യ പാഠത്തിൽ സംസാരിക്കുന്നതും ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് AN രാജീവ്, ഡെപ്യൂട്ടി ഡയറക്ടർ സെൻസസ്. സ്വാഗതം ചെയ്യുന്ന അദ്ദേഹത്തെ ആദരപൂർവ്വം സാമൂഹ്യ പാഠത്തിലേക്ക്. നമസ്കാരം സാർ. സാർ, നാം ഇന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുകയാണ്, വേൾഡ് പോപ്പുലേഷൻ ഡേ. ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനസംഖ്യാ വർധനവ് എന്ന് ഭീഷണിയായ അല്ലെങ്കിൽ ഒരു ഭീകരമായ അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുന്ദരമായ ലോകത്തെ ജനസംഖ്യാ വർധനവ് കീഴ്മേൽ മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, സ്ഥിതിവിശേഷം സംജാതമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ലോക ജനസംഖ്യാ ദിനമായി ആഘോഷിക്കുമ്പോൾ ഈ ദിനത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും വിശദമാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ സാമൂഹ്യ പാഠം ആരംഭിക്കാം എന്ന് തോന്നുന്നു. ലോക ജനസംഖ്യാ ദിനം എന്നുള്ളത് ജൂലൈ 11, 1987 എന്ന ദിവസമാണ് ഭൂമുഖത്തെ ജനസംഖ്യ 500 കോടി 5 ബില്യൺ ക്രോസ് ചെയ്തത്, കടന്നത്. അപ്പം അതുവരെ ഇല്ലാത്ത ഒരു പ്രസക്തി ഈ 5 ബില്യൺ കടന്നപ്പോൾ ലോകരാഷ്ട്ര നേതാക്കൾക്ക്, ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇതെന്തായാലും ജനങ്ങളുടെ മുമ്പിൽ ഈ പ്രശ്നത്തിന്റെ വ്യാപ്തിയെ അല്ലെങ്കിൽ പ്രസക്തി എത്തിക്കണം, എല്ലാ രാഷ്ട്രങ്ങളും ഇതിനെക്കുറിച്ച് അറിയണം, അവിടെയുള്ള ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റീസ്, അതായത് തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് ഇതിന്റെ ഭീകരതയും ഇതിനെ എങ്ങനെ നേരിടണം, ഈ പ്രശ്നത്തെ എങ്ങനെ ചെറുക്കണം എന്നുള്ളതിനെ കുറിച്ച് അറിവ് കൊടുക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് കൊണ്ടാണ് 1989 2 വർഷത്തിന് ശേഷമാണ് 89ാം നമ്പർ തീരുമാനം എടുക്കുന്നത് ഐക്യരാഷ്ട്രസഭ. എല്ലാ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാമെന്നും അതിലൂടെ പ്രസക്തമായ വിഷയങ്ങൾ, അതായത് ജനസംഖ്യയുടെ വിഷയം എന്ന് പറയുന്നത് വെറുതെ വർധനവ് മാത്രമല്ല, ഈ വർധനവും ജനസംഖ്യയുടെ പലതരത്തിൽ മറ്റു രീതിയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെയും ജനങ്ങളുടെ മുമ്പിൽ ഓരോ വർഷവും ഓരോ വിഷയമായിക്കൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് ഇത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ചർച്ച ചെയ്യുക, അതിനുള്ള ബദൽ ചെറുക്കാനുള്ള നടപടികൾ എടുക്കുക എന്നുള്ള ഒരു പ്രസക്തിയാണ് ലോക ജനസംഖ്യാ ദിനത്തിനുള്ളത്. സാർ, ഇപ്പോൾ അങ്ങ് ലോക ജനസംഖ്യാ ദിനത്തിന്റെ വേൾഡ് പോപ്പുലേഷൻ ഡേയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും വളരെ വിശദമായി തന്നെ പരാമർശിക്കുകയുണ്ടായി. നമുക്കിന്ന് വർത്തമാന കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ സാറ് പറഞ്ഞപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി, ജനസംഖ്യാ വർധനവ് എന്ന് പറയുന്നത് കേവലം ജനസംഖ്യയുടെ വർധനവ് മാത്രമല്ല, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും നിരവധിയാണ് എന്ന് പറയുകയുണ്ടായി. നമ്മുടെ ഇന്ന് പ്രസന്റ് സിറ്റുവേഷനിലെ ജനസംഖ്യാ വർധനവിനെ കുറിച്ചും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒന്ന് പരാമർശിക്കാമോ സാർ? ജനസംഖ്യ എന്ന് പറയുന്നത് മനുഷ്യൻ ഏതാണ്ട് ഈ ഭൂമുഖത്തെ ആവിർഭവിച്ചിട്ട് ഏതാണ്ട് 2 ലക്ഷത്തിലധികം വർഷങ്ങളായിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. ഈ 2 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞ് AD 1800 1 ബില്യൺ, അതായത് 100 കോടി ജനങ്ങളായിട്ട് ലോക ജനസംഖ്യ എത്തുന്നത്. അതായത് അതൊരു വളരെ ദീർഘമായിട്ടുള്ള ഒരു കാലമാണ്. അതായത് മനുഷ്യന്റെ ഇവല്യൂഷന് ശേഷം 2 ലക്ഷത്തോളം വർഷങ്ങൾക്ക് ശേഷം ആണ് 1800 1 ബില്യൺ. അതൊരു എസ്റ്റിമേറ്റ് ആണ്. അന്ന് സെൻസസ് ഒന്നും അത്ര വ്യക്തമായ സെൻസസുകളൊന്നും ഇല്ലായിരുന്നു, എങ്കിലും അതൊരു എസ്റ്റിമേറ്റ് ആണ്. 1 ബില്യൺ 1800 എത്തുന്നത്. അതിനുശേഷം ഏതാണ്ട് 123 വർഷം കഴിഞ്ഞപ്പോഴേക്കും, കേവലം 123 വർഷം കൊണ്ട് അടുത്ത 1 ബില്യൺ 100 കോടി കൂടെ അതിന്റെ കൂടെ കൂട്ടിച്ചേരട്ടിയാവും 123. പിന്നെ ഇടവേള വീണ്ടും കുറയുകയാണ്, അടുത്ത ബില്യൺ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കേവലം 1800 നിന്ന് 1987 5 ബില്യണായിട്ട് 5 മടങ്ങായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ കാല ദൈർഘ്യം ഓരോ ബില്യനും അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ 100 കോടി കൂട്ടിച്ചേർക്കാനുള്ള കാലം കുറഞ്ഞു വരികയാണ്, ഇടവേള കുറഞ്ഞു വരികയാണ്. അങ്ങനെ വന്ന് ഏറ്റവും അടുത്ത് വരെയും 12 വർഷം കൊണ്ട് 1 ബില്യൺ ചേരുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. എന്നാൽ ഏറ്റവും അടുത്ത് ചേർന്ന 1 ബില്യൺ 13 വർഷം എടുത്തു എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. അതായത് ഒരു പ്രസക്തമായിട്ടുള്ളൊരു മാറ്റം വരികയാണ് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാനത് വിശദമാക്കാം. അതായത് ആദ്യകാലത്ത് മനുഷ്യന്റെ ആവിർഭാവ കാലത്തും ചരിത്രാതീത കാലത്തും അതിനുശേഷം ഏതാണ്ട് 1800 വരുന്ന വരെയുമുള്ള കാലത്ത്
മരണനിരക്ക് എന്നത് പറയുന്നത് വളരെ വളരെ കൂടുതലായിരുന്നു. അതെ, ആയുർദൈർഘ്യം എന്നുള്ളത് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ആയുർദൈർഘ്യം കുറവായിരുന്നു. കാരണം ഇപ്പൊ നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രൊഫസർ റോമിള താപ്പറിന്റെ ഏളി ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകം എടുത്ത് വായിക്കുകയാണെങ്കിൽ അതിൽ പറയുന്നുണ്ട് മെഗാലിറ്റി പീരീഡില്, അതായത് നവീന ശിലായുഗത്തിലെ മനുഷ്യരെ ഒരാൾ 40-45 വയസ്സിന് മുകളിൽ ജീവിച്ചിരുന്നില്ല എന്നുള്ള. കാരണം അന്ന് നന്നങ്ങാടികളിലാണ് ആൾക്കാരെ സംസ്കരിക്കുന്നത്. അപ്പൊ ഈ മെഗാലിറ്റിക് ബെറിയൽ ഗ്രൗണ്ട്സ് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഒരു ശവശരീരം പോലും 45 വയസ്സിന് മുകളിലുള്ള ആൾക്കാരില്ല. കുഞ്ഞുങ്ങളാണ് അധികവും മരണപ്പെടുന്നതെന്ന്. കാരണം അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. പ്രകൃതിയുമായിട്ട് നിരന്തരമായ പോരാട്ടത്തിൽ ഏർപ്പെടുന്നു. യാതൊരുവിധ ശാസ്ത്രീയമായിട്ടുള്ള ഉപായങ്ങളും മനുഷ്യർക്ക് അതിജീവനത്തിനുള്ള ഉപായങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മരണനിരക്ക് വളരെ വളരെ കൂടുതലായിരുന്നു. അപ്പൊ ജനന നിരക്കും കൂടുതലായിരുന്നു. ഓരോ അമ്മമാർക്കും ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ഇപ്പോ കാനഡയിലെ ഒരു ട്രൈബ്സിന്റെ ഇടയിൽ, ഹ്യൂറ്ററൈറ്റ്സ് ആണ് ട്രൈബിന്റെ പേര്, അവിടെ ഏതാണ്ട് 8.9 കുഞ്ഞുങ്ങളായിരുന്നു ആവറേജ് ഒരു അമ്മയ്ക്ക് ജനിച്ചിരുന്നതെന്നാണ് കാണുന്നത്. അതാണ് ഏറ്റവും ഉയർന്ന ഫെർട്ടിലിറ്റി ലെവൽ എന്ന് പറയുന്നത്, ഹ്യൂറ്ററൈറ്റ്. അപ്പോൾ അതേപോലെ എല്ലായിടത്തും മിക്കവാറും ഇടത്തും വളരെ കൂടിയ തരത്തിലുള്ള നിലവാരത്തിലുള്ള പ്രജനനത്തിന്റെ തോതുണ്ടായിരുന്നു. അപ്പൊ മരണസംഖ്യയും മരണത്തിന്റെ നിരക്കും കൂടുതലായിരുന്നു, പ്രജനനത്തിന്റെ നിരക്ക് കൂടുതലായിരുന്നു, ആയുർദൈർഘ്യം വളരെ കുറവായിരുന്നു. എന്നാൽ ഈ 1800ഓടെ യൂറോപ്പിൽ വ്യാവസായിക വിപ്ലവം വരുന്നു. വ്യാവസായിക വിപ്ലവവും അതിന് ശാസ്ത്രത്തിന്റെ വളർച്ചയോടുകൂടി മനുഷ്യർ പുതിയ ഉപായങ്ങൾ, അതിജീവനത്തിന്റെ പുതിയ ഉപായങ്ങൾ കണ്ടെത്തുന്നു. വലിയ വലിയ മഹാമാരികളായ വസൂരി, പ്ലേഗ് മുതലായവയെ തടഞ്ഞു നിർത്താൻ കഴിയുന്നു. അപ്പൊ അത്തരത്തിൽ മരണത്തെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് ശാസ്ത്രത്തിൽ നിന്ന് മനുഷ്യന് ലഭിക്കുകയും തന്മൂലമായിട്ട് ആയുർദൈർഘ്യം കൂടുന്നു, മരണനിരക്ക് കുറയാൻ തുടങ്ങുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ജനന നിരക്ക് അപ്പോഴും അതേപടി തന്നെ നിലനിൽക്കുകയാണ്, മരണനിരക്ക് കുറയുന്നു. അപ്പൊ 1800-ൽ കേവലം 37 ആയിരുന്നു ആയുർദൈർഘ്യമെങ്കിൽ അത് 1995 ആവുമ്പോഴേക്കും 63 ആയിട്ടാണ് വർദ്ധിക്കുന്നത് ലോകത്തെ മൊത്തം. അപ്പൊ അത് ആ മാറ്റത്തിൽ മനുഷ്യന്റെ മരണനിരക്ക് കുറയുമ്പോൾ മരണങ്ങൾ കുറയുകയും ജനനം അതേപടി നിലനിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതായി വർദ്ധിക്കുന്നു, ജനസംഖ്യാ പെരുപ്പം നേരിടുന്നു. ഇതാണ് സംഭവിച്ചത്. ചിലപ്പോൾ അങ്ങ് ജനസംഖ്യാ പെരുപ്പത്തിന്റെ കണക്കിനെ കുറിച്ച്, അതിന്റെ ചരിത്രത്തെക്കുറിച്ച്, അതിന്റെ പുരാതന കാലത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ സമഗ്രമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. സാർ, നമ്മൾ വർത്തമാന കാലത്ത് എത്തി നിൽക്കുമ്പോൾ ജനസംഖ്യ വർധനവ് ക്രമാനുഗതമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നൊന്ന് പറയാമോ സാർ? അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനസംഖ്യാ വർധനവ് 2-3 കാര്യങ്ങളാണ് അതിനെ ബാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജനന നിരക്ക്, അല്ലെങ്കിൽ ജനനം. ജനിച്ചുകൊണ്ടേയിരിക്കുന്നു, പുതിയ കുഞ്ഞുങ്ങൾ ജനിച്ചുകൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മരണവും നടന്നുകൊണ്ടിരിക്കുന്നു. മരണം അടുത്ത കാരണം. പിന്നെ മറ്റൊരു കാര്യം ഒരു പ്രത്യേക പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക രാജ്യത്തിലാണെങ്കിൽ അതിനകത്തേക്ക് പുറമേ നിന്ന് വരുന്ന ജനങ്ങൾ അവിടുത്തെ ജനസംഖ്യയെ ബാധിക്കുന്നുണ്ട്. അതേപോലെ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോകുന്ന ജനങ്ങളും ആ പ്രദേശത്തെ ജനസംഖ്യയെ ബാധിക്കുന്നുണ്ട്. ഒരുപാട് പേര് കുടിയേറി പോയി കഴിഞ്ഞാൽ ഈ സോൾസ് കൺട്രിയിൽ ജനസംഖ്യ കുറയും. അതേപോലെ തന്നെ ഒരു രാജ്യത്തിലേക്ക് ഒത്തിരി പേര് വരികയാണെങ്കിൽ, ഒരു ടൗൺ എടുത്താൽ പരിശോധിച്ചാൽ പോലും, ഇപ്പൊ മുംബൈ പോലെയുള്ള നഗരം, മുംബൈയുടെ ജനസംഖ്യയുടെ മിക്കവാറും പകുതിയിലധികം ജനങ്ങളും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വന്നവരാണ്, കുടിയേറ്റം. അപ്പൊ ഈ 3 ആസ്പെക്ടുകളാണ് ജനനം, മരണം, കുടിയേറ്റം. ഈ 3 ഘടകങ്ങളാണ് ഒരു രാജ്യത്തിന്റെ ആയാലും ഒരു പ്രദേശത്തിന്റെ ആയാലും ജനസംഖ്യയെ ബാധിക്കുന്ന, നിർണയിക്കുന്ന ഘടകങ്ങൾ, പ്രധാന ഘടകങ്ങൾ. ഇനി ഈ 1987 കാര്യം ഞാൻ പറഞ്ഞു. 1987 500 കോടിയായിരുന്നു. ഇന്ന് അത് വന്നു നിൽക്കുന്നത് 740 കോടിയായിട്ട്, 7 ബില്യൺ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ക്രോസ് ചെയ്യുമ്പോഴും ഓരോ ബില്യൺ ആഡ് ചെയ്യുന്നതിന്റെ ഡ്യൂറേഷൻ, അല്ലെങ്കിൽ എത്ര വർഷം വേണം എന്നുള്ളത് 12-ൽ നിന്ന് 13 ആയിട്ടുണ്ട്. ഇനി അത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇതിന്റെ കാരണം കൂടെ ഞാൻ പറയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞത് മരണനിരക്കിനെ കുറിച്ചും മരണങ്ങളെ കുറിച്ചുമാണ്. എന്നാൽ
യൂറോപ്പിൽ തന്നെയാണ്, ഫ്രാൻസിലാണ് ആദ്യമായിട്ട് ജനനത്തെയും പ്രജനനത്തെയും നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളത് ആ രീതിയിൽ മനുഷ്യൻ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അതായത് ഉറകൾ ഉപയോഗിച്ചുകൊണ്ട്, ആണുറകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രജനനത്തെ നിയന്ത്രിക്കുക, കോൺട്രാസെപ്ഷൻ എന്നുള്ളത് വ്യാപകമായി യൂറോപ്പിൽ ഉപയോഗിക്കുന്നത്. തന്മൂലം തന്നെ യൂറോപ്പിൽ ജനന നിരക്കും കുറയാൻ തുടങ്ങി. അപ്പൊ ജനന നിരക്കും മരണനിരക്കും കുറഞ്ഞ് വീണ്ടും ഒരു ട്രാൻസിഷണൽ പീരിയഡ്, ട്രാൻസിഷനാണ് അവിടെ നടന്നത്. ആ ട്രാൻസിഷനിൽ നിന്ന് രണ്ടും കുറഞ്ഞ നിരക്കുകളായി മാറുന്നു. മരണനിരക്കും കുറവാണ്, ജനനനിരക്കും കുറവാണ്. അതുകൊണ്ട് ജനസംഖ്യാ വർധനവ് ക്രമാതീതമല്ലാതെ കൺട്രോളായി മാറുകയും ഒരു സ്റ്റഡി പോപ്പുലേഷനായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെ അഭികാമ്യമായിട്ടുള്ള ലക്ഷ്യം എല്ലാ രാജ്യങ്ങളുടെയും. എന്നാൽ നിർഭാഗ്യവശാൽ എല്ലാ ഭാഗത്തും ഭൂമുഖത്തെ എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെയല്ല ഇതിന്റെ ട്രാൻസിഷൻ. പല രീതിയിലാണ് പല രാജ്യങ്ങളിൽ നടക്കുന്നത്. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. സെക്ടറൽ ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട്. ഇപ്പൊ യൂറോപ്പിലെ പോലെയുള്ള അത്രയും ദ്രുതഗതമായിട്ടുള്ള മാറ്റം മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാവുന്നില്ല. ഇപ്പോഴും പ്രാചീന കാലത്തെ പോലും പോലെ തന്നെ തോന്നിക്കുന്ന അവസ്ഥ ഉള്ള രാജ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സർ, നമ്മളിന്ന് വേൾഡ് പോപ്പുലേഷൻ ഡേ, ലോക ജനസംഖ്യാ ദിനം ആചരിക്കുമ്പോൾ നമ്മൾ ഇന്റർനെറ്റ് പോലുള്ള നവമാധ്യമങ്ങളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒട്ടനവധി ആർട്ടിക്കിൾ വായിക്കാൻ പറ്റുന്നത് പെൺ ഭ്രൂണഹത്യയെക്കുറിച്ചുള്ള ലേഖനങ്ങളാണ്. നമ്മളിന്ന് ഈ വേൾഡ് പോപ്പുലേഷൻ ഡേ ആചരിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ ഈ ദിനത്തിന്റെ സന്ദേശം, ഇന്നത്തെ ഈ ദിനത്തിന്റെ സന്ദേശം ഒന്ന് വിശദമാക്കാമോ സർ? അതായത് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ലോക ജനസംഖ്യാ ദിനവും ഓരോ തീമുണ്ട്, ഓരോ വിഷയമുണ്ട്. കാരണം അത് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന, വികസനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഓരോ പ്രാവശ്യവും എടുത്ത് മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ വിഷയം എന്നത് പറയുന്നത് കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ നിക്ഷേപിക്കുകയാണ്. ഇൻവെസ്റ്റ് ഇൻ ദി ടീനേജ് ഗേൾസ്. നമുക്ക് ഇന്നത്തെ ദിനത്തിന്റെ സന്ദേശത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിക്കാം. നമ്മോടൊപ്പം ആദ്യ പ്രേക്ഷകൻ ചേരുകയാണ്. നമുക്കാരാ നോക്കാം സർ. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, പരിചയപ്പെടുത്താമോ സർ? പേരെന്താണ്? അല്ല, ഞാൻ സുഭാഷ്. എവിടെ നിന്നാണ് സുഭാഷ് വിളിക്കുന്നത്? തിരൂരിൽ നിന്നാണ് വിളിക്കുന്നത്. സാറിന് നാം സംസാരിക്കുന്നത് ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. സാറിനോട് ചോദിച്ചോളൂ. ഓക്കെ സാർ, ഞാൻ സുഭാഷാണ്, തിരൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പണ്ടത്തെ കാലത്ത് ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ ആളുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയ പകർച്ചവ്യാധികൾ പിടിച്ചിട്ടാണോ സൈന്യത്തിന് ഏറ്റവും കൂടുതൽ ബോംബിനെക്കാളും മറ്റ് മാരകമായ ആയുധങ്ങളെക്കാളും കൂടുതൽ പേടിയുണ്ടായിരുന്ന പകർച്ചവ്യാധികളായിരുന്നു. തീർച്ചയായും. അപ്പൊ ഈ പകർച്ചവ്യാധികൾ വന്നതുകൊണ്ട് ശത്രു സൈന്യവും മിത്രസൈന്യവും എല്ലാം ചത്തൊടുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതെ. അപ്പൊ ഈ ജനസംഖ്യാ ദിനത്തിന്റെ അന്ന് ഞാൻ ചോദിക്കാൻ കാരണം, മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ഡിപ്തീരിയ പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നുണ്ട്. അപ്പം ഇത്തരം സാഹചര്യത്തിൽ പകർച്ചവ്യാധിക്കെതിരെ വാക്സിൻ എടുക്കാത്ത നിലപാടുകളെ കുറിച്ച് ഈ ജനസംഖ്യാ ദിനത്തിലെ സ്ഥാനത്താണ് പറയാനുള്ളത്. തീർച്ചയായും വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണത്. അതായത് ഇന്നത്തെ, ഞാൻ ആ വിഷയത്തിലേക്ക് നമ്മൾ കടന്നിട്ടില്ല, സംസാരിച്ച് തുടങ്ങിയേ ഉള്ളൂ. തീർച്ചയായും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടത് ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ വളരെ വളരെ പ്രാധാന്യമുള്ള അംശമാണ്. കാരണം സുഭാഷ്, ഒരു കാര്യം ചെയ്യാമോ? ടിവിയുടെ വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്യാമോ സുഭാഷ്? ഒന്ന് ടിവിയുടെ വോളിയം മ്യൂട്ട് ചെയ്തിട്ട് സുഭാഷ് ഫോണിൽ ശ്രദ്ധിച്ച് എന്താണ് സാർ പറയുന്നതെന്ന് കേട്ടോളൂ. ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ ടിവിയുടെ വോളിയം. ടിവിയുടെ വോളിയം കുറയ്ക്കും സുഭാഷ്, എന്നിട്ട് സാർ പറയുന്നത് ശ്രദ്ധിക്കും. പറഞ്ഞോളൂ സർ. ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് താങ്കൾ ഉന്നയിച്ചത്. കാരണം പകർച്ചവ്യാധികൾ തടയാൻ വേണ്ടി ഇമ്മ്യൂണൈസേഷൻ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ജനസംഖ്യാ വർധനവിന്റെ ഒരു പ്രധാന കാരണമാണ് ശിശുമരണം. കാരണം ശിശുമരണ നിരക്ക് വളരെയധികം കൂടുന്ന ഘട്ടങ്ങളിൽ അത്തരം സമൂഹങ്ങളിലാണ് കൂടുതൽ പ്രജനനം ആവശ്യമായി വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ പറയുകയാണെങ്കിൽ ശിശുമരണ നിരക്ക് 20% നമ്മളുടെ പ്രജനന നിരക്കിനെ ബാധിക്കുന്നതെന്നാണ് കാണുന്നത്. നമ്മളുടെ പോപ്പുലേഷൻ പോളിസിയിൽ അത് വളരെ കൃത്യമായി നിർവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശിശുമരണത്തെ വളരെയധികം കുറച്ച് കൊണ്ടുവരിക എന്നത് കേരളത്തിൽ തീർച്ചയായും വളരെ ഉയർന്ന തരത്തിൽ നമ്മൾക്ക് അതിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ശിശുമരണ നിരക്ക് ഇന്ത്യയിൽ ഏറ്റവും കുറവ് 12 ആണ്. 12,000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ലൈവ് ബർത്തിൽ 12 എന്നുള്ള നിരക്കിലേക്ക് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്.
എന്നാൽ ഇതിനുണ്ടായ കാരണം കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ പൊതുമേഖലയിൽ, അതായത് സർക്കാർ ആശുപത്രികളും സ്വകാര്യ മേഖലയും തുടർച്ചയായിട്ട് ഇതിന് ഈ ഒരു സംഗതി, അതായത് കുത്തിവയ്പ്പുകൾ എടുക്കുക എന്നുള്ളതിന് ഉന്നം വെച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. വളരെയധികം ജനങ്ങൾ അതുമായി സഹകരിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിൽ വളരെ കാലം ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കുത്തിവയ്പ്പുകൾ എടുത്തതിന്റെ ഫലമായിട്ട് തന്നെയാണ് നമ്മൾക്ക് ഈ ശിശുമരണ നിരക്ക് ഇത്രയധികം കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തുടർന്നും അത്തരത്തിലുള്ള കുത്തിവയ്പ്പുകളുമായി എല്ലാവരും സഹകരിക്കണം. എല്ലാ കുഞ്ഞുങ്ങൾക്കും കുത്തിവയ്പ്പുകൾ എടുക്കണം. കാരണം ഇതൊരു ചാൻസ് എടുക്കാൻ കഴിയുന്ന കാര്യമല്ല. തീർച്ചയായും നമ്മൾ അത് എടുത്തില്ലെങ്കിൽ വ്യാപകമായി ഇത് ബാധിക്കാൻ ഇടയാവുകയാണ്. വീണ്ടും നമ്മുടെ ജനസംഖ്യാ പ്രശ്നം കേരളത്തെ പോലെയുള്ള ഇത്രയും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലും നമ്മളുടെ കംപ്ലൈസൻസി വന്നു കഴിഞ്ഞാൽ തിരിച്ച് അത് പഴയ അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. ഓക്കെ സുഭാഷ്, വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, നാം സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ന് ലോക ജനസംഖ്യാ ദിനത്തിലെ സന്ദേശത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും. അതെ. അപ്പോ കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികളിൽ നിക്ഷേപിക്കുക, ഇൻവെസ്റ്റ് ഇൻ ദി ടീനേജ് ഗേൾസ് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ ജനിക്കുന്നത് സ്ത്രീകളിൽ നിന്നാണ്. തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ നാളെ സ്ത്രീകളാവുന്നവരാണ് ഇന്നത്തെ കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾ. എന്നാൽ നമ്മളുടെ വളരെ കാലത്തെ ഉള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ചില കൾച്ചർ നമുക്കുണ്ട്, പാരമ്പര്യമായിട്ടുള്ള സംസ്കാരം നമുക്കുണ്ട്. പല സംസ്കാരങ്ങളിലും നേരത്തെ തന്നെ വിവാഹം കഴിക്കുക എന്നുള്ളത്, അതായത് കൗമാരപ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കുക, ശൈശവ വിവാഹം നടത്തുക എന്നുള്ളത് വളരെയധികം വ്യാപകമായ ഒന്നാണ്. ഇന്ത്യയിൽ പോലും അത്, ഒരുപക്ഷെ കേരളത്തിലല്ലായിരിക്കാം. ഇത് വളരെയധികം മോശമായാണ് ജനസംഖ്യാ നിയന്ത്രണത്തെ ബാധിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പെൺകുട്ടിയുടെ ഭാവിയിൽ ആ പെൺകുട്ടിക്ക് സമൂഹത്തിന് സേവനം നൽകാൻ ഉതകുന്ന രീതിയിൽ വളരാനുള്ള ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ ഒരു സ്ത്രീ സമൂഹത്തിന്റെ കോൺട്രിബ്യൂഷൻ നമ്മുടെ രാജ്യത്തിൽ ലഭിക്കാതെ പോകുന്നു എന്നുള്ളത് ഒന്ന്. രണ്ട്, ഇവരുടെ ആരോഗ്യത്തെ പൂർണ്ണമായും തകർക്കുന്ന രീതിയിലാണ്. പക്വമല്ലാത്ത ശരീരവും മനസ്സുമായിക്കൊണ്ടാണ് ഇവർ ഒരു കുടുംബ ജീവിതത്തിലും കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിലും അമ്മമാരാകുന്ന കുഞ്ഞുങ്ങളാണ് അവർ. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി അവിടെ ഉടലെടുക്കും. പിന്നെ യാതൊരു വിധത്തിലും വിദ്യാഭ്യാസം അവർക്ക് തുടരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ആവുന്നു, സ്കൂളിൽ നിന്ന് വിട്ടുപോയി. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അവർക്ക് ഇൻഫോംഡ് ആയിട്ടുള്ള ചോയ്സസ് ഒന്നുമില്ല. അവരുടേതായ അഭിപ്രായങ്ങളോ അവരുടേതായ എന്തൊക്കെ അധികാരങ്ങൾ അവകാശങ്ങൾ തനിക്കുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധമോ ഇല്ലാതെയാവുന്നു. തന്റെ അവകാശങ്ങളെ കുറിച്ച് പോലും ബോധമില്ലാതാവുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ കുടുംബം എത്ര വലുതായിരിക്കണം, എത്ര കുഞ്ഞുങ്ങൾ വേണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ശേഷം മറ്റൊരു കുഞ്ഞിന് എത്ര ഇടവേള വേണം എന്നുള്ള കാര്യങ്ങളിലൊന്നും തന്നെയും ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ, അറിവോടുകൂടിയുള്ള തീരുമാനം എടുക്കാൻ പ്രാപ്തയല്ലാത്ത വിധത്തിലാണ് അവർ മാറുന്നത്. അപ്പൊ അത് ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ, ശൈശവ വിവാഹങ്ങൾ വളരെയധികം ബാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്. ഈ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് ശരിയായ രീതിയിലുള്ള ന്യൂട്രീഷൻ, വളരെ സമ്പുഷ്ടമായിട്ടുള്ള ആഹാരം ലഭിച്ചാൽ മാത്രമേ അവർ നല്ലൊരു ആരോഗ്യവതിയായിട്ടുള്ള അമ്മയാവുകയും വീണ്ടും വരുന്ന തലമുറകളിലെ ആരോഗ്യം നിലനിർത്താൻ കഴിയുകയും ചെയ്യുന്നുള്ളൂ. തീർച്ചയായും സാർ, നമുക്ക് വിശദമായി തന്നെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾക്ക് ഒരു പ്രേക്ഷകൻ ചേരുക. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, പരിചയപ്പെടുത്താം സാർ. പേരെന്താണ്? പേര് പറഞ്ഞോളൂ സാർ. ഓക്കെ സാർ, ചോദിച്ചോളൂ, സാറിനോട് ചോദിച്ചോളൂ. ഈ ജനസംഖ്യ വർദ്ധിക്കുന്നതിന്റെ പ്രധാനമായ കാരണം ജനനം കൂടുതലും മരണം കുറവാണ്. പക്ഷെ നമ്മുടെ ഈ കുടുംബങ്ങളിൽ ഇപ്പോഴും 4 കുട്ടികളും 5 കുട്ടികളും ജനിക്കുന്ന ഇതുണ്ട്. അതിനെ സർക്കാരിന് നിയന്ത്രിച്ച് ഒന്നല്ലെങ്കിൽ 2 കുട്ടി സർക്കാർ നിയന്ത്രിച്ച് ഒരു ജനസംഖ്യ പിടിച്ചു നിർത്താൻ കഴിയും. രാജീവ്, ഒന്നുകൂടെ വ്യക്തമാക്കാമോ? ചോദ്യം വ്യക്തമായിട്ടില്ല, ഒന്ന് വ്യക്തമായിട്ട് ചോദിക്കാമോ? രാജീവ് ചോദിച്ചില്ലേ ചോദ്യം? ഒന്നുകൂടെ ആവർത്തിക്കുക. കൂടുന്നതിന്റെ പ്രധാനമായ കാരണം ജനന നിരക്ക് കൂടുന്നതുകൊണ്ടാണ്. ഇപ്പോഴും ഒരു കുടുംബത്തിൽ 3 കുട്ടികളും 4 കുട്ടികളും ജനിക്കാറുണ്ട്. ആ രീതിയിലുള്ള പ്രവണത മാറ്റി നിർത്തിക്കൊണ്ട് 1 അല്ലെങ്കിൽ 2 അതിനെ സർക്കാർ നിയന്ത്രിക്കുകയും
മൂന്നാമത്തെ കുട്ടിക്ക് ജന്മം കൊടുക്കുവാൻ അനുവദിക്കാത്ത ഒരു രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജനസംഖ്യ ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ കഴിയും. ജനസംഖ്യാ വർധനവിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ചെറിയ കുടുംബം എൻഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രമല്ല സാധിക്കുന്നത്. ഈ ചെറിയ കുടുംബം എൻഫോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങൾക്കും പല പോളിസികളാണ് ഇതിലുള്ള ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ പോളിസികളുള്ളത്. എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെയുള്ള ജനാധിപത്യ വ്യവസ്ഥയാവണമെന്നില്ല. ഇന്ത്യയിൽ നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രമാണ്, നമുക്ക് ഭരണഘടനയുണ്ട്, വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ നമ്മൾ പോളിസികളെല്ലാം തന്നെയും ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പോളിസിയെ നമ്മൾക്ക് പിന്തുടരാൻ കഴിയുള്ളൂ. ഇന്ത്യ സ്വാതന്ത്ര്യമാവുന്നതിന് വളരെ മുമ്പ് തന്നെ ഭാരതത്തിന് എന്ത് പോപ്പുലേഷൻ പോളിസി വേണം എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1932 മറ്റോ നടന്ന സമ്മേളനത്തിൽ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഗാന്ധിജി ഉള്ള സമ്മേളനത്തിൽ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അന്ന് തൊട്ട് തന്നെ നമ്മൾ പിന്തുടരുന്നത് നമ്മളുടെ രാഷ്ട്രീയമായി എന്താണോ നമ്മളുടെ നയം, അതിനോട് അനുയോജ്യമായിട്ടുള്ള ഒരു നയമേ നമ്മൾക്ക് തുടരാൻ കഴിയുള്ളൂ. ഭരണഘടനയ്ക്ക് അനുസൃതമായി നിന്നുകൊണ്ട് നമ്മൾക്ക് ഇതിന് ഒരു നയം എടുക്കാൻ കഴിയുള്ളൂ. എങ്കിലും ഇത് പറഞ്ഞാൽ പോലും ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നുള്ള രീതിയിലുള്ള വിവരം എല്ലാവരിലും എത്തിക്കുക. നേരത്തെ പറഞ്ഞു, ഇത് ഒരു ഒറ്റ വേരിയബിൾ ഉള്ള ഒരു കാര്യമല്ല, അതായത് ഒരൊറ്റ ഘടകം മാത്രമല്ല ഇതിൽ ഒത്തിരി ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഘടകം അതാണ് ശിശുമരണം വളരെയധികം ബാധിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ശിശുക്കൾ ജനിക്കുന്നു, മരിച്ചു പോകുന്നു. അപ്പൊ തനിക്ക് പിൻതലമുറ ഉണ്ടാവില്ലയോ എന്നുള്ള സന്ദേഹം അല്ലെങ്കിൽ സംശയം തന്നെയാണ് ജനങ്ങളെ കൂടുതൽ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു സംഗതിയിലേക്ക് നയിക്കുന്നത്. എന്നാൽ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച വിഷയം കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ പ്രസക്തമേ അല്ല. കാരണം കേരളത്തിൽ 1.8 ഇവിടുത്തെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. അതായത് ഒരു ആവറേജ് ഒരു അമ്മയ്ക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് 1.7 മുതൽ 1.8 അകത്തായിട്ടാണ്. അതിന്റെ അർത്ഥം 2 കുഞ്ഞി താഴെയാണ് ഇവിടുത്തെ ആവറേജ് അമ്മമാർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ. അതായത് ഒരു അമ്മയ്ക്ക് ഒരു മകൾ തന്നെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ജനിക്കുന്നില്ല എന്നും തലമുറ ക്രമേണ കുറഞ്ഞു വരികയാണ് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇന്ത്യയിൽ അതല്ല. ഇന്ത്യയിൽ 2000 പോപ്പുലേഷൻ പോളിസി പ്രകാരം 2011 ആവുമ്പോഴേക്കും നമ്മളുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 ആവണം. അതായത് റീപ്ലേസ്മെന്റ് ലെവൽ എന്ന് പറയും. റീപ്ലേസ്മെന്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു അമ്മയ്ക്ക് ഒരു മകൾ, വീണ്ടും ആ മകൾക്ക് ഒരു മകൾ. ആ രീതിയിലാണ് ജനസംഖ്യ തുടർച്ചയായിട്ട് ഒരേപോലെ നിലനിൽക്കും, വർധനവ് ഇല്ലാതെ. ഇതായിരുന്നു നമ്മളെ ലക്ഷ്യം. എന്നാൽ ഇപ്പോൾ അത് 2.3 ആണ് എന്നാണ് രജിസ്ട്രാർ ജനറലിന്റെ കണക്കുകളിന് സാമ്പിൾ സർവേ കണക്കുകൾ പ്രകാരം 2.3 ആണ്. നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്താൻ കഴിഞ്ഞില്ല 2011. എങ്കിലും നമ്മൾ ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം കുറവ് ഫെർട്ടിലിറ്റി റേറ്റിൽ വന്നിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളും ഈ ബിലോ റീപ്ലേസ്മെന്റ് ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ തെക്കൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ, തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെയും പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ കുറയാനുള്ള ട്രെൻഡിലേക്ക് വന്നു കഴിഞ്ഞു. കേരളത്തിൽ തന്നെ കഴിഞ്ഞ സെൻസസിൽ തന്നെ 12 താലൂക്കുകളിൽ ജനസംഖ്യ കുറഞ്ഞു, 2 ജില്ലകളിൽ ജനസംഖ്യ കുറഞ്ഞു. ഇനി അടുത്ത സെൻസസ് വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് തെക്കൻ ജില്ലകൾ 7 ജില്ലകളിലും ജനസംഖ്യ കുറയുകയായിരിക്കും. കാരണം നമ്മളാണ് ആദ്യം മുന്നോട്ട് പോയത്. ആലപ്പുഴയാണ് ഇന്ത്യയിലെ തന്നെ ഫെർട്ടിലിറ്റി കുറയാൻ തുടങ്ങിയ എപ്പിസെന്റർ ഓഫ് ഫെർട്ടിലിറ്റി റിഡക്ഷൻ ഇൻ ഇന്ത്യ. ആലപ്പുഴയാണ് അത്. മനസ്സിലായല്ലോ രാജീവ്? ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ കാര്യമല്ല, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളുടെ. തീർച്ചയായും അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ഗവൺമെന്റ് പോളിസികളുണ്ട്. ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം, ഇന്ത്യയുടെ ആത്മാവ് തന്നെ ഗ്രാമങ്ങളിലാണ്. ഇപ്പോഴും നമ്മൾക്ക് ഒത്തിരി ഗ്രാമങ്ങളുണ്ട്, വൈദ്യസഹായം ലഭിക്കാത്ത, വിദ്യാഭ്യാസം ലഭിക്കാത്ത ഗ്രാമങ്ങൾ ഒത്തിരി ഉണ്ട് നമുക്ക്. ഇവിടെ എല്ലാം തന്നെയും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതായത് ഹെൽത്ത് കെയർ, പിന്നെ പ്രജനനത്തിൻ്റെതായ ആരോഗ്യം വേണമെങ്കിൽ അതിന് വേണ്ട സംവിധാനങ്ങൾ ജനങ്ങളിലേക്ക് സ്ത്രീകളിലേക്ക് എത്തിയാലേ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിലുള്ള ഒരു പ്രശ്നമാണ് ഉത്തർപ്രദേശ് പോലെയുള്ള വടക്കൻ സംസ്ഥാനങ്ങളിൽ നേരിടുന്നത്. ലോജിസ്റ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ട് ഒത്തിരി. അപ്പൊ അതിനെ അതിജീവിക്കാൻ വേണ്ടി അവിടെ ഉള്ള സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര സർക്കാരായാലും ഇതിനാണ് നയം എടുക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളെ പോലെ ചൈനയെ പോലെ ഒരു 1.5 ചൈൽഡ് പോളിസി, 1 ചൈൽഡ് പോളിസി ഇങ്ങനെയൊക്കെ ഉണ്ട് ചൈനയിൽ. ഇപ്പോൾ അതിന്റെ ദുരിത ഫലങ്ങൾ അനുഭവിക്കുകയാണ് ആ രാജ്യം. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. പക്ഷേ ഈ ഇന്ത്യയിലെ നമ്മളുടെ നിലനിൽക്കുന്ന ഭരണഘടന വിഭാവനം ചെയ്യുന്ന
ഇതിനനുസൃതമായിക്കൊണ്ടേ നമ്മളെ പോപ്പുലേഷൻ പോളിസി വെക്കാൻ കഴിയുള്ളൂ. ഓക്കെ രാജീവ്, വളരെ പ്രസക്തമായ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചോദ്യമാണ് ചോദിച്ചത്. വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, നാം സംസാരിച്ചുകൊണ്ടിരുന്നത് ലോക ജനസംഖ്യാ ദിനത്തിന്റെ ഇത്തവണത്തെ സന്ദേശത്തെക്കുറിച്ചും കൗമാര പ്രായക്കാരായ പെൺകുട്ടികളുമായി ആ സന്ദേശം എത്തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചുമായിരുന്നു. അതെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻഫന്റ് മോർട്ടാലിറ്റിയുടെ കാര്യം പറഞ്ഞു, അതായത് ശിശു മരണ നിരക്കിനെ കുറിച്ച്, ശിശു മരണങ്ങളെ കുറിച്ച്. ഇതെല്ലാം ശിശു മരണങ്ങളുടെ പ്രധാന കാരണം ഈ ജനിക്കുന്ന കുഞ്ഞിന്റെ അമ്മക്ക് കൃത്യമായ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവൂ. അത് മാത്രമല്ല, ഈ കുഞ്ഞിനെ പരിപാലിക്കാനുള്ള അറിവ്, കുഞ്ഞിന് കുത്തിവയ്പ്പുകൾ എടുക്കാനുള്ള അറിവ്, ആ കുഞ്ഞിന് ഒരു അസുഖം വന്നാൽ, വയറിളക്കം വന്നാൽ ORS പാനീയം കൊടുക്കണമെന്നുള്ള അറിവ്, ഇതെല്ലാം തന്നെയും ഒരു മിനിമം എഡ്യൂക്കേഷൻ ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ, സാക്ഷരത ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ അമ്മയ്ക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യം ആ അമ്മയ്ക്ക് വേണ്ട അത്രയും വിദ്യാഭ്യാസം കൊടുക്കുകയും സമൂഹത്തെ സേവിക്കാൻ വേണ്ടിയുള്ള സംഗതികൾക്ക് അവരെ പര്യാപ്തയാക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ പ്രജനനത്തിന്റെ ഒരു ഇതിലേക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ഇന്നത്തെ തീം. കാരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്, ബാലികാ വിവാഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെയും 18 വയസ്സിന് താഴെ ഗർഭിണികളാവുന്ന പെൺകുട്ടികളിലെ 90% വിവാഹത്തിന് ശേഷമാണ് ഗർഭിണികളാവുന്നത്. അതായത് വിവാഹമാണ് അവരുടെ ഗർഭാവസ്ഥയ്ക്ക് കാരണമാവുന്നത്. സോ 18 വയസ്സിന് താഴെയുള്ളവർ ഒരിക്കലും വിവാഹത്തിന്റെ ആവില്ല എന്നുള്ളൊരു നമുക്ക് നിയമങ്ങളുണ്ട്, വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ട് 18 വയസ്സിന് മുകളിലെ വിവാഹിതയാവാൻ പാടുള്ളൂ, ഗർഭധാരണം നടക്കാൻ ഉള്ള സാഹചര്യം വരാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലും, കഴിയുമെങ്കിൽ 21 വയസ്സിന് ശേഷമേ വിവാഹിതയാവാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലും നമ്മളുടെ പോളിസി എങ്ങനെയാണുള്ളത് അത് നമ്മൾ നടപ്പിലാക്കിയാൽ മാത്രമേ ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മൾക്കൊരു പരിഹാരം കാണാൻ സാധിക്കുള്ളൂ. സർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുക. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, പരിചയപ്പെടുത്താമോ സാർ? പേരെന്താണ്? ഹലോ, പേര് പറഞ്ഞോളൂ സാർ. പേരെങ്ങനെയാണ്? എവിടുന്നാണ് സാർ വിളിക്കുന്നത്? ഞാൻ ചേർത്തല. സാർ, നാം സംസാരിക്കുന്നത് ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. ചോദിച്ചോളൂ. അതാ ഞാൻ ചോദിച്ചത്. ചോദിച്ചോളൂ. ലോക ജനസംഖ്യ, ഹലോ, കേൾക്കുന്നുണ്ട് സാർ, ചോദിച്ചോളൂ. ലോക ജനസംഖ്യ ഈ രീതി പോയാൽ ഭൂമി നിറയത്തില്ലേ? എങ്ങനെയാണ് സാർ? മനസ്സിലായല്ലോ, ഒന്നുകൂടെ ചോദിക്കാമോ സാർ? ഈ ഭൂമി നിറയുമല്ലോ ഈ രീതിക്ക് ജനസംഖ്യ പോയാലേ. ഭൂമി നിറഞ്ഞാൽ എന്ത് ചെയ്യും? അദ്ദേഹം ചോദിക്കുന്നത് ലോക ജനസംഖ്യ ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഭൂമിക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അത് ഭൂമി നിറഞ്ഞാൽ എന്ത് ചെയ്യുന്ന? താങ്ങാൻ പറ്റുന്നുള്ള വിഷയം. നിറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭൂമി നിറയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു എനിക്ക് പറയാനുള്ളത്. കാരണം അല്ല, ഉത്തരം പറയുന്നുണ്ടോ? ശ്രമിച്ചോളൂ സാർ. 2100 ആവുമ്പോഴേക്കും 11 ബില്യൺ എന്നുള്ള രീതിയിലാണ് നമ്മളെ പ്രൊജക്ഷൻ വരുന്നത്. പ്രൊജക്ഷൻ നമ്മൾ എത്രമാത്രം പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനന നിരക്കും മരണ നിരക്കിനും ഒരു ട്രാൻസിഷൻ ഉണ്ട്. ഇത് നമ്മൾ പല രാജ്യങ്ങളിൽ കണ്ടതാണ്. ഈ ട്രാൻസിഷൻ എല്ലാ രാജ്യങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത്, അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യ ലബ്ധി ലഭിച്ചപ്പോൾ കൊറിയയും ജപ്പാനും നമ്മളുടെ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. അതായത് യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയായിരുന്നു ജപ്പാന്റേത്, കൊറിയയുടേത്. പക്ഷെ എന്നാൽ ഈ 2 രാജ്യങ്ങളും വളരെ ത്വരിതഗതമായിട്ടുള്ള ഒരു പുരോഗതി ഈ കാര്യത്തിൽ കൈവരിക്കുകയും ഇന്ന് ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രജനന നിരക്കുള്ള 2 രാജ്യങ്ങളാണ് കൊറിയയും ജപ്പാനും. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കടന്നുപോയിരിക്കുന്ന മറ്റൊരു സംസ്കാരമാണ് നമുക്കുള്ളത്. നമ്മളത്ര റാപ്പിഡായിട്ടല്ല പോകുന്നത്, പക്ഷേ എങ്കിലും സ്ലോ ആൻഡ് സ്റ്റഡി നമ്മളും ഈ ട്രാൻസിഷനിൽ കൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2001 സെൻസസിൽ ഏതാണ്ട് 23ഓളം കോടി ജനങ്ങൾ നമ്മളെ ഇന്ത്യൻ ജനതയിലെ അഡീഷൻ ഒരു സെൻസസിനിടയിൽ തന്നെ നമ്മൾക്ക് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞു. എന്നാൽ 2001നും 2011 ഇടയിൽ 18 കോടിയോളം ജനങ്ങളെ കൂട്ടിച്ചേർത്തിട്ടുള്ളൂ. അതിനർത്ഥം എന്താന്ന് വെച്ചാൽ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നു എന്നുള്ളതാണ്. ദർ ഇസ് എ റിഡക്ഷൻ ഇൻ ദി റേറ്റ് ഓഫ് ഗ്രോത്ത്. അപ്പൊ അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ക്രമത്തിൽ ജനസംഖ്യ സ്റ്റെബിലൈസ് ചെയ്യുകയാണ് എന്നുള്ളതാണ്.
കുറെ കാലം കഴിയുമ്പോഴേക്കും നമ്മൾക്കൊരു സ്റ്റേബിൾ പോപ്പുലേഷൻ ഉണ്ടാവുമെന്നാണ്. 2000-ലെ നമ്മൾ പോപ്പുലേഷൻ പോളിസി 2045 ആവുമ്പോഴേക്കും നമ്മൾക്കൊരു സ്റ്റേബിൾ പോപ്പുലേഷൻ ഉണ്ടാവുമെന്നാണ് വിഭാവനം ചെയ്യുന്നത്. ചിലപ്പോൾ അത് കുറച്ചുകൂടെ കൂടുമായിരിക്കും, കാരണം ഇപ്പൊ TF എന്റെ സംശയം അതല്ല. ഈ സംശയം ഈ ഭൂമി ഇങ്ങനെ ആയിട്ടില്ല, എത്രയായാലും ഭൂമി നിറയുമല്ലോ, ഫുൾഫിൽ ഈ ഭൂമി നിറയുമല്ലോ, കംപ്ലീറ്റ് ആവുമല്ലോ. ഭൂമി നിറഞ്ഞാൽ എന്ത് ചെയ്യുന്നതാ? അല്ല, ഞാൻ പറയുന്നത് ഭൂമി നിറയില്ലെന്നാണ് പറയുന്നത്. കാരണം ഇപ്പൊ ജപ്പാന്റെയും കൊറിയയുടെയും അവരുടെ രാജ്യങ്ങൾ എന്താണ് ഭയപ്പെടുന്നതെന്ന് വെച്ചാൽ തങ്ങളുടെ ജനത തന്നെ ഈ ഭൂമുഖത്തു നിന്ന് ഇല്ലാതാവുമോ എന്നാണ് ആ രാജ്യങ്ങൾ ഭയപ്പെടുന്നത്. കാരണം അവരുടെ പ്രജനനത്തിന്റെ തോത് ഇന്ന് 1.3 നിൽക്കുന്നത് കൊറിയയുടേത്. 1.3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതാണ്ട് അര പെൺകുട്ടിയെ ജനിക്കുന്നുള്ളൂ ഒരു അമ്മയ്ക്ക്. 1.3 പകുതി 0.6 ഓൺ ആൻ ആവറേജ്. അപ്പൊ അതിന്റെ അർത്ഥം ഒരു അമ്മയെ 0.6 മകളാണ് റീപ്ലേസ് ചെയ്യുന്നത്. വീണ്ടും ആ മകളെ വീണ്ടും 0.6 റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറെ കാലം പോയി കഴിഞ്ഞാൽ ഈ കൊറിയൻ ജനത തന്നെ ഇല്ലാതാവില്ലേ എന്നാണ്. ഇപ്പൊ മാത്തമാറ്റിക്കലായി ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന ഒന്നാണ്. എന്നാൽ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഉടനെ ഇല്ലായിരിക്കാം. വിദൂരമായ ഭാവിയിൽ നമ്മൾ സ്റ്റെബിലൈസ് ആവും. അതുകൊണ്ട് ഈ 11 കോടി 2100-ൽ 11 ബില്യൺ, അതായത് 1100 കോടി. ഓക്കെ ജോസ്, മനസ്സിലായല്ലോ. ഭൂമി നിറയാനുള്ള വിദൂരമായ സാധ്യത പോലും ഇല്ല എന്ന് മനസ്സിലായല്ലോ. വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, നമ്മോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ ചേരുക. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം സാർ, പേരെങ്ങനെയാണ്? ഞാൻ ചിറങ്ങിരുന്ന ബാബുവാണ് വിളിക്കുന്നത്. ഓക്കെ ബാബു, സാറിന് ചോദിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം, പറയൂ. സാറേ, എനിക്ക് ഇപ്പോൾ 55 വയസ്സ് പ്രായമുണ്ട്. ശരി. ഞാൻ 1ാം സ്റ്റാൻഡേർഡിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ 1 or 2 മതി എന്നുള്ളത്. ശരി. ഇപ്പോൾ ഇന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 50 വർഷം കംപ്ലീറ്റ് ഇട്ടു. ശരി. നമ്മുടെ നാട്ടിലിപ്പോ ജനസംഖ്യയുടെ വലിപ്പം ഇത്രയായിട്ടുണ്ട്. ശരി. അപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ഈ സാമ്പത്തിക ഭദ്രത ഇന്ത്യക്ക് കുറച്ചുകൂടി ഉണ്ടാകുമായിരുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അതായത് പാർപ്പിടം, ആഹാരം, മെഡിസിൻ, വിദ്യാഭ്യാസം, ഈ കാര്യങ്ങളിൽ കുടുംബത്തിലെ 6 പേരും സന്താനങ്ങളുള്ളത് സർക്കാർ അത് 2 ആക്കണം എന്ന് നിർബന്ധമായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഭക്ഷ്യ പാർപ്പിട, മെഡിസിൻ ഇങ്ങനെ വരുന്ന ബുദ്ധിമുട്ടുകൾ ധാരാളം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യുമായിരുന്നു. കുറച്ചുകൂടി സമ്പദ്ഘടന ഉണ്ടാകുമായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. താങ്കൾ ചോദിച്ചത് പ്രസക്തമായ ചോദ്യമാണ്. നേരത്തെ ചോദിച്ച ചോദ്യം ഏതാണ്ട് ഇതേ ഒരു ചോദ്യമായിരുന്നു. എങ്കിലും ഇപ്പൊ 55 വയസ്സായി താങ്കളുടെ കുഞ്ഞുനാളിൽ കേട്ടു. ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് കേട്ട അതേ മുദ്രാവാക്യം പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ് ഇന്ന് കേരളം ഈ അവസ്ഥയിലെത്തി നിൽക്കുന്നത്. കാരണം ഇന്ന് കേരളത്തിലെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 1.7 ആണ്. അതായത് ഒരു അമ്മയ്ക്ക് 1.7 കുഞ്ഞേ ജനിക്കുന്നുള്ളൂ. 2 കുഞ്ഞിനെ മതി എന്ന് പറഞ്ഞെടുത്ത് 1.7 ഉള്ളൂ നമുക്ക്. അതേപോലെ തന്നെ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെയും ഈ അവസ്ഥയിലേക്ക് കുറഞ്ഞു കഴിഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ ചില പ്രത്യേക പരിതസ്ഥിതി ഉണ്ട്. നമ്മൾ മുദ്രാവാക്യം കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അതിന് വേണ്ട സാഹചര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. ഇന്ത്യയിലെ ഇത്രയധികം ഗ്രാമങ്ങളുണ്ട്, ഇനാക്സസിബിൾ, എത്തിപ്പെടാൻ പ്രയാസമുള്ള പ്രദേശങ്ങളുണ്ട്. വിദ്യാഭ്യാസവും അതേപോലെ സാക്ഷരതയും എല്ലായിടത്തും എല്ലാ രീതിയിലും വികസിതമായി വന്നിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും പ്രതീക്ഷ കൈവിടാനൊന്നുമില്ല. കഴിഞ്ഞ സെൻസസിൽ ഇന്ത്യയിലെ 10% സാക്ഷരത വർദ്ധിച്ചു എന്ന് പറയുന്നത് അതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അച്ചീവ്മെന്റ് ആണ്. ഇത്രയും വലിയ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നമ്മളുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ 2 കുട്ടിയിൽ നിർത്തണം എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള നീക്കം വേണമെന്നല്ലേ ആവശ്യപ്പെടുന്നത്? അതെ, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയാണ്. 2 സന്താനങ്ങളിൽ കൂടുതൽ ഒരു കുടുംബത്തെ അവർ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് അവരുടെ മുകളിൽ ഒരു നിശ്ചിതമായ ഒരു എന്തെങ്കിലും ഒന്ന് ഏർപ്പെടുത്തിയാൽ അവർക്ക് അതിനൊരു ശാശ്വതമായിട്ട് സ്വമേധയാ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുകയില്ലേ എന്നൊരാഗ്രഹം എനിക്കുണ്ട്. ചോദിക്കുകയാണ്. അല്ല, ഇതിലെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യത്തിനുള്ള ഭരണഘടന പ്രകാരം അത്തരം ഒരു നടപടി നിലനിൽക്കുമോ എന്നുള്ളതാണ്. കാരണം ഭരണഘടനാപരമായി നിലനിൽക്കാത്ത ഒരു പോളിസി നമ്മൾക്ക് ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം അത് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ കോടതിയുടെ മുമ്പിൽ നിലനിൽക്കില്ല അത്. അപ്പോൾ അതൊന്ന്. അതുകൊണ്ട്
ഭയപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ശിക്ഷാ നടപടികൾ കൊണ്ടോ നിലനിർത്താൻ കഴിയുന്ന ഒരു സംഗതിയല്ല ഇത്. ഒരു ചെറിയ ഫാമിലി എന്ന് പറയുന്നത് അത് അവരുടെ ഇഷ്ടത്തോടും ആഗ്രഹത്തോടും അറിവോടും കൂടിയുള്ള അവരുടെ സ്വമേധയാ ഉള്ള തീരുമാനമായിക്കൊണ്ട് മാത്രമേ ചെറിയ കുടുംബം എന്നുള്ള രീതിയിൽ പ്രാവർത്തികമാക്കാൻ കഴിയുള്ളൂ. എവിടെയെല്ലാം വിദ്യാഭ്യാസം വന്നിട്ടുണ്ടോ, എവിടെയെല്ലാം വേണ്ട രീതിയിൽ കുടുംബാസൂത്രണ പ്രവർത്തനത്തിനുള്ള സാഹചര്യങ്ങളുണ്ടോ, എവിടെയെല്ലാം പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ജനങ്ങളുടെ മുമ്പിലുണ്ടോ, പൊതു ആരോഗ്യ പദ്ധതികൾ, ഹോസ്പിറ്റലുകൾ ഉണ്ടോ, എവിടെയെല്ലാം സാക്ഷരതയുണ്ടോ, ഇത്തരത്തിൽ വികസിതമായ എല്ലാ സ്ഥലങ്ങളിലും താനേ ജനസംഖ്യയുടെ നിയന്ത്രണം സംഭവിക്കുന്നുണ്ട്. അപ്പൊ യാതൊരു രീതിയിലും ഒരു പോലീസ് രാജ് ഇല്ലാതെ തന്നെയും എല്ലായിടത്തും സംഭവിക്കും. വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ശിശുമരണ നിരക്ക് കുറയ്ക്കുക എന്നുള്ളത്, വേണ്ടത്ര മാതൃശിശു സംരക്ഷണം കൊടുക്കുക, ഗർഭിണികളായ സ്ത്രീകൾക്ക് പ്രസവത്തിന് മുമ്പും പ്രസവശേഷവും ഉള്ള ശുശ്രൂഷ കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക, ജനിക്കുന്ന കുഞ്ഞിന് കുഞ്ഞുനാൾ തൊട്ട് കൊടുക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുക്കുക. ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഒത്തൊരുമിച്ച് വരികയാണെങ്കിൽ താനേ പ്രജനനത്തിന്റെ നിരക്ക് കുറയുന്നതാണ്. അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയും ഒരു നിർബന്ധപൂർവം നമ്മൾ 2 കുഞ്ഞുങ്ങൾ എന്ന് നിഷ്കർഷിക്കുന്നത് യോജിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവർക്ക് 2 കുഞ്ഞുങ്ങളിൽ കൂടുതലുണ്ടെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞിന് ജനിക്കുമ്പോൾ പ്രസവാവധി കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ അവർക്ക് മറ്റു ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല. ഞാനും ഉദ്ദേശിക്കാവുന്ന ഇതുപോലെയുള്ള സർക്കാർ ചെറിയ രീതിയിലുള്ള നടപടികൾ ഉണ്ടാവുകയോ അതെല്ലാം സന്താനങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നവര് ജനിപ്പിക്കുന്നത് കൊണ്ടോ തെറ്റായിട്ട് അതിനെ അതുകൊണ്ട് അവരെ അങ്ങനെ വരുമ്പോഴത്തേക്ക് സർക്കാരിന് വരുന്ന സാമ്പത്തിക ഭദ്രത, അതായത് ബാധ്യതകൾ ധാരാളമാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച്. അപ്പൊ അത്രയും ബാധ്യത സർക്കാരിന് ഏറ്റവും തോറും അത് പൊതുസമൂഹത്തിന് മൊത്തത്തിൽ ഒരു ബാധ്യതയായിട്ടാണ് സർക്കാർ കാണുന്നത്. ഇപ്പൊ തന്നെ കിടക്കാട് 3 സെന്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ സാമ്പത്തികമായിട്ട് സർക്കാരിന്റെ ഇന്നത്തെ അവസ്ഥ. പിന്നെ അതുപോലെ ഭക്ഷണത്തിന്റെ, മെഡിസിന്റെ, ഇന്ന് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ മെഡിസിൻ വിൽക്കുന്ന ക്യൂന്, ഞാനൊരു രോഗിയാണ്, ഇപ്പൊ ചെറിയ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മെഡിസിൻ വേണ്ടി നിൽക്കുന്ന ക്യൂ, ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ, അത്രയേറെ ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ ജനസംഖ്യ പെരുപ്പം കുറച്ച് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള ആവശ്യങ്ങൾ എല്ലാവർക്കും തുല്യസ്ഥാനത്തിൽ കിട്ടുകയില്ലേ എന്ന് ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാണ്. അതെ ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ചില നിബന്ധനകൾ വെക്കുന്ന പോലെയല്ല പൊതു സമൂഹത്തിൽ. ഞാന് പിന്നെ ഇത് ഞാൻ വിദേശത്ത് ചെറിയ ഇതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയണം, സാറെ തിരിച്ചറിയരുത്. ഞാന് സൗദി അറേബ്യയിൽ തിരുനാൾ നിന്ന ആളാണ്. അപ്പൊ അവിടെ ഈ 3 സന്താനങ്ങൾ ജനിച്ചപ്പോ അവർക്ക് രാജാകൂടത്തിൽപ്പെട്ട ഒരു ഗിഫ്റ്റ് കൊടുത്ത് പ്രസന്റേഷൻ പ്രോത്സാഹിപ്പിച്ചിട്ട് ഏറ്റവും എന്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. അപ്പൊ അപ്പൊ അവിടെ സമ്പന്ന രാഷ്ട്രമാണ്, അത് വേറെ രീതി. അപ്പൊ മറിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ന് പറഞ്ഞ ഇന്നത്തെ അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ ഇല്ല, താങ്കൾ കേരളത്തിലെ അവസ്ഥയാണെങ്കിൽ താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഓൾറെഡി നമ്മൾ ആ ഘട്ടം കടന്ന് പോയി കഴിഞ്ഞു. നമ്മൾക്ക് ഇന്ന് വളരെ കുറച്ച് കുഞ്ഞുങ്ങളെ ഉള്ളൂ. 1.7 കുഞ്ഞുങ്ങളെ ആവറേജ് ജനിക്കുന്നുള്ളൂ. സർ, വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായി എന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. സർ, നമ്മുടെ മറ്റൊരു പ്രേക്ഷകൻ ചേരുക. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ സാർ, പേരെങ്ങനെയാണ്? നമസ്കാരം, ഇത് ഗിരീഷ് ആണ്, വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഗിരീഷ്, നാം സംസാരിക്കുന്നത് ലോക ജനസംഖ്യാ ദിനത്തെ കുറിച്ചാണ്. ചോദിച്ചോളൂ, സാറിനോട് ചോദിച്ചോളൂ. സാർ, ഞാൻ ഇപ്പം ജനസംഖ്യ നമുക്ക് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് കുറഞ്ഞു വരുന്നത് ഒരു പരിധിവരെ നല്ലതാണ്. പക്ഷേ അതിന്റെ ഒരു ഇത് പറഞ്ഞാൽ നമ്മളെ ഈ ആദിവാസി ട്രൈബൽ മേഖലയിൽ വനാതിർത്തിന്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരുപാട് ജനസംഖ്യ ഇപ്പോൾ താരതമ്യേന കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. നിലവിൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആദിവാസി കുടുംബങ്ങളിലെ പെൺകുട്ടികൾ വളരെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ സമൂഹത്തിൽ ഇപ്പം ഉന്നതിയിലുള്ള ആളുകൾക്ക് മതപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെ അവർക്ക് ഈ പിന്നെ സാമ്പത്തികമായി ഉയർന്ന ആളുകൾ ഇപ്പോൾ 1 കൂടുതലായി 2-3 കുട്ടികളായാലും കുഴപ്പമില്ല, അവരെ സംരക്ഷിക്കേണ്ടത് അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. അവരെ സംരക്ഷിക്കാൻ അവര് പിന്നെ സാമ്പത്തികമായ ഒരു റിജിഡാണ് എന്നുള്ളൊരു താല്പര്യം കൂടി അവർക്ക് വരുന്നുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ ഒരു സാറിന്റെ ഒരു കാഴ്ചപ്പാട് ഇതിനെ കുറിച്ച് എന്താണ്? തീർച്ചയായും ശരിയാണ്. കാരണം ജനറൽ പോപ്പുലേഷൻ, കാരണം ഒരു 95% ജനങ്ങളും എങ്ങനെയാണോ കാണുന്നത് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ എങ്ങനെയാണ് പ്രജനനം എന്നുള്ള പോലെ ആവണമെന്നില്ല. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി, ഇപ്പോൾ ട്രൈബൽ പോപ്പുലേഷൻ, ഗിരിവർഗ മേഖലകളിൽ
ചിലപ്പോൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയാവാനാണ് സാധ്യതയുള്ളത്. ഇത് പല പ്രശ്നങ്ങളുണ്ട്. കാരണം അവരുടെ പ്രജനനത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിൽ കുറവ് വരുന്നത്. അത് തീർത്തും പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയുള്ളൂ. ഇങ്ങനെ സെക്ടറലായ ഒരു ഡിസ്പാരിറ്റി ഇതിലുണ്ട്. അതേപോലെ തന്നെ ചിലരെങ്കിലും വലിയ കുടുംബങ്ങൾ ആവശ്യമാണ് എന്നുള്ള ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇത് മൊത്തത്തിലെടുക്കുമ്പോൾ തീർത്തും ഒരു ജനറൽ ആയിട്ടുള്ള പോപ്പുലേഷനെ ബാധിക്കത്തക്ക വിധത്തിൽ ആ ഒരു പ്രവണത ബാധിക്കാൻ ഇടയില്ല എന്ന് എനിക്ക് പറയാനുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ട് അങ്ങനെ ആണെങ്കിൽ സാറേ ചില വിഭാഗങ്ങളില് ഉദാഹരണത്തിന് നമ്മളെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അത് എല്ലാ മേഖലകളിലുമുള്ള ഒരു കുറവാണ് നമുക്ക് കാണേണ്ടത്. ചില വർഗ്ഗങ്ങള് ചില സംസ്കാരങ്ങൾ നഷ്ടപ്പെടുകയും മറ്റുള്ള ചില സംസ്കാരങ്ങൾ ഉയർന്നു വരികയും എന്ന് പറയുമ്പോൾ നമുക്കത് എത്രത്തോളം യോജിച്ചു പോകാൻ സാധിക്കും? അല്ല, അത് ഒരു റീപ്ലേസ്മെന്റ് വരാത്ത ലെവലിലേക്ക് ട്രൈബ്സിന്റെ ഇടയിൽ ഫെർട്ടിലിറ്റി കുറയുന്നുണ്ട് എന്നുള്ളത് ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടോ വയനാട് എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ ഗിരീഷ്, വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, നമ്മുടെ ഗിരീഷ് ചോദിച്ചത് ട്രൈബൽ പോപ്പുലേഷനെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെടുത്തി ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജനസംഖ്യയുടെ സവിശേഷതകളെ കുറിച്ച് ഒന്ന് വിശദമാക്കാമോ സാർ? ഇന്ത്യൻ ജനസംഖ്യ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ 121 കോടി ജനങ്ങളാണ് കഴിഞ്ഞ സെൻസസിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഏതാണ്ട് അതൊരു 130 കോടിക്കകത്താവും എന്നുള്ള ഒരു ഇൻഫോർമൽ എസ്റ്റിമേറ്റ്സ്, അതായത് അത് ഫോർമൽ എസ്റ്റിമേറ്റ്സ് വരാനിരിക്കുന്നേ ഉള്ളൂ, പ്രൊജക്ഷൻസ് വരാനിരിക്കുന്നേ ഉള്ളൂ. 130 കോടിയോളം ഉണ്ടായെന്ന അധികം വൈകാതെ തന്നെ 2030 നമ്മൾ ചൈനയെ മറികടന്ന് 1ാം സ്ഥാനത്ത് എത്തും എന്നുള്ളതാണ്. ഇത് നേരത്തെ പറഞ്ഞു, പല സംസ്ഥാനങ്ങളിലും പ്രജനനത്തിന്റെ നിരക്ക് തുലവും കുറഞ്ഞ് നമ്മൾ വികസിതമായ രാജ്യങ്ങളോട് തന്നെ താരതമ്യം ചെയ്യാവുന്ന അവസ്ഥയാണ്. ഇപ്പൊ കേരളത്തിനായാലും തമിഴ്നാടിനായാലും പുതുച്ചേരിക്കായാലും കർണാടക, ആന്ധ്ര ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെയും ട്രാൻസിഷൻ പീരീഡ് കഴിഞ്ഞു. അവരെല്ലാം തന്നെ റീപ്ലേസ്മെന്റ് ലെവലിന്, അതായത് 2.1 എന്ന് പറയുന്ന ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് ആവറേജ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ 2.1 കുറഞ്ഞു കഴിഞ്ഞു ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ. അതേപോലെ നോർത്ത് ഈസ്റ്റിലുള്ള സംസ്ഥാനങ്ങൾ, വികസിതമായിട്ടുള്ള പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ. എന്നാലും ചില വലിയ സംസ്ഥാനങ്ങൾ, ഇപ്പൊ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ ഇങ്ങനെയുള്ള രാജസ്ഥാൻ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്ന പ്രവണതയുടെ നിരക്ക് വളരെ വളരെ കുറവാണ്. വളരെ സ്ലോ പേസിലാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. മാറ്റം വരുന്നില്ലെന്നല്ല, അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾക്കൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫിലോസഫി ആൻഡ് അപ്രോച്ച് ടു ലൈഫ് എന്ന് പറയാം. അതായത് മാറ്റം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. അത് നമുക്ക് ഒറ്റയടിക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. എല്ലാ വേരിയബിൾസും ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ പാരാമീറ്റേഴ്സും, അതായത് വിദ്യാഭ്യാസം, ആക്സസ് ടു ഹെൽത്ത്, അതായത് ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയുള്ള ഹോസ്പിറ്റലുകൾ വേണം. അതേപോലെ തന്നെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ, കോൺട്രാസെപ്ഷനെ കുറിച്ചുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ആൾക്കാർ വേണം. കാരണം സ്ത്രീകൾക്ക് വെറും വിദ്യാഭ്യാസം കിട്ടിയോണ്ട് മാത്രമല്ല, എങ്ങനെ അവരുടെ ഫാമിലിയെ പ്ലാൻ ചെയ്യാൻ കഴിയും, എങ്ങനെ ഒരു കുഞ്ഞിന് ശേഷം അടുത്ത കുഞ്ഞിന് സ്പേസിങ് കൊടുക്കാൻ കഴിയും എന്നുള്ളതും, എന്തായിരിക്കണം തന്റെ ഫാമിലിയുടെ സൈസ്, അല്ലെങ്കിൽ എത്ര കുഞ്ഞുങ്ങൾ വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ. അതേപോലെ ശിശുമരണം തീർത്തും കൺട്രോൾ ചെയ്യുക, ബാലിക വിവാഹങ്ങൾ ഇല്ലാതാവുക, ഇത്തരം എല്ലാ പാരാമീറ്ററുകളും ചേർന്ന ഒരു കോമ്പോസിറ്റ് ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രജനനത്തിന്റെ നിരക്കിനെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ. സാർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുക. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, പരിചയപ്പെടുത്താമോ സാർ? പേരെന്താണ്? ഹലോ, എന്റെ പേര് വിജയകുമാർ. സാർ എവിടുന്നാ വിളിക്കുന്നത്? തിരുവനന്തപുരം. വിദുര. ഓക്കെ സാർ, ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ സാർ, ചോദിച്ചോളൂ. പിന്നെ സാർ, എന്റെ കേരളത്തിൽ ജനസംഖ്യാ നിയന്ത്രണത്തിൽ വളരെ ചിട്ടയായിട്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോഴും വിദ്യാഭ്യാസവും ബോധവും ഒക്കെ ഉള്ള അധ്യാപകരായ ദമ്പതികളുടെ വീട്ടില് 4 കുട്ടികൾ, മൂത്ത കുട്ടിക്ക് 13 വയസ്സ്, ഇളയ കുട്ടിക്ക് 5 വയസ്സ്, അങ്ങനെ പറയൂ. അങ്ങനെ അപൂർവം ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്, നമുക്ക് സഹിക്കാം. പക്ഷെ നമ്മള് ഇന്ത്യക്കകത്ത് സാമുദായികമായോ വംശീയമായോ ജനസംഖ്യാ നിയന്ത്രണത്തെ ഗൗരവമായിട്ടെടുക്കാത്ത ഏതെങ്കിലും പ്രദേശമോ സമുദായമോ ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? ഈ ചോദ്യം ഞാൻ മറ്റൊരു വിധത്തിൽ ചോദിക്കാം. ഏതെങ്കിലും ഒരു സമുദായത്തിനോ അല്ലെങ്കിൽ ഒരു ചിന്തയിൽ വിശ്വസിക്കുന്നവർക്കോ ഈ പ്രജനനത്തിന്റെ മുകളിൽ എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ എന്നുള്ള തിരിച്ച് രീതിയിൽ എടുക്കുക ആ ചോദ്യത്തെ. തീർച്ചയായും
പ്രജനനത്തിന്റെ അളവിനെ നിർണയിക്കുന്നത് ചില സവിശേഷമായ ഘടകങ്ങളാണ്. ഒന്ന്, ഒരു സ്ത്രീ വിവാഹിതയാവുന്ന പ്രായം വളരെ പ്രാധാന്യമുള്ളതാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ അവർക്ക് സാക്ഷരതയുണ്ടോ എന്നുള്ള കാര്യം. തൊട്ടടുത്ത് തന്നെ താൻ താമസിക്കുന്ന ഗ്രാമത്തിൽ അല്ലെങ്കിൽ നഗരത്തിൽ തന്നെ കുടുംബാസൂത്രണത്തിന് വേണ്ടിയുള്ള ഉപാധികൾ ലഭ്യമാകുന്നുണ്ടോ എന്നുള്ളത്. ആവശ്യത്തിനുള്ള ബോധവൽക്കരണം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത്. ഒരു സ്ത്രീക്ക് മാതാവാകുന്നതിന് മുമ്പും പ്രസവശേഷവും ആവശ്യമായിട്ടുള്ള ചെക്കപ്പും ചികിത്സയും ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി, ശിശു മരണ നിരക്ക് തോത് എത്രയാണ്, സർവൈവൽ ചാൻസ് ഉണ്ടോ, അതായത് ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് വളരെ വർഷം ജീവിക്കുമെന്നുള്ള ഉറപ്പുണ്ടോ. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ചേർന്നാണ് നമ്മൾ പ്രജനനത്തിന്റെ തോതിനെ നിർണയിക്കുന്നത്. അപ്പൊ അതൊരു സമുദായം എന്ത് തത്വശാസ്ത്രത്തിൽ വിശ്വസിച്ചാലും ഇത്തരം വളരെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് മാത്രമേ അവരുടെ പ്രജനനത്തിന്റെ നിരക്ക് നിലനിൽക്കുകയുള്ളൂ. ഒരു സമുദായം, കേരളത്തിലുള്ള ഒരു സമുദായത്തിന്റെ ഫെർട്ടിലിറ്റിയും ബീഹാറിൽ അതേ സമുദായം കാഴ്ചവെക്കുന്ന ഫെർട്ടിലിറ്റി തമ്മിൽ വളരെ വലിയ അന്തരമുണ്ട്. അതേപോലെ തന്നെ മറ്റു സമുദായങ്ങൾ എടുത്തു പരിശോധിക്കൂ, ബീഹാറിലുള്ള അതേ അവസ്ഥയാവണമെന്നില്ല കേരളത്തിൽ. കാരണം സമുദായത്തിൽ ജനിച്ചതുകൊണ്ടോ സമുദായത്തിൻ്റെതായിട്ടുള്ള ഒരു ചട്ടക്കൂടിൽ വളർന്നതുകൊണ്ടോ കുഞ്ഞുങ്ങൾ അധികം ജനിക്കണമെന്നില്ല. എന്ത് സാഹചര്യങ്ങളിലാണ് ആ വ്യക്തികൾ, ആ സമൂഹം നിലനിൽക്കുന്നത്, അത് മാത്രമാണ് പ്രജനനത്തിന്റെ തോതിന് നിർണ്ണയിക്കുന്നത്. ഓക്കെ സാർ, വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, നമ്മുടെ ഷോ ഏകദേശം വൈൻഡപ്പിലോട്ട് കടക്കുമ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ സവിശേഷമായ ജനസംഖ്യയുടെ സാഹചര്യങ്ങളെ കുറിച്ചായിരുന്നു. കേരളത്തെക്കുറിച്ചും സാറ് പരാമർശിക്കുകയുണ്ടായി. ജനസംഖ്യ നയത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ജനസംഖ്യ നയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സാമൂഹ്യപാഠം വൈൻഡപ്പ് ചെയ്യാം എന്ന് തോന്നുന്നു. ജനസംഖ്യാ നയം ഓരോ രാഷ്ട്രങ്ങൾക്കും അനിവാര്യമായ ഒന്നാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സ്വാതന്ത്ര്യത്തിന് വളരെ വർഷങ്ങൾ മുമ്പ് തന്നെ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ജനസംഖ്യ നിയന്ത്രിക്കാനും അതിനുള്ള നയരൂപീകരണത്തെയും കുറിച്ചുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയമായിട്ട് നമ്മളെ നേതൃത്വം ഇതിനെക്കുറിച്ച് പ്രബുദ്ധരായിരുന്നു. അപ്പൊ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും അതിന്റെ തുടർ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 2000 പോപ്പുലേഷൻ പോളിസിയൊക്കെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. നമ്മൾക്ക് അതായത് പണ്ടുണ്ടായിരുന്നത് ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നുള്ളൊരു മുദ്രാവാക്യം മാത്രമായിരുന്നു. കുടുംബത്തെ ചെറുതാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. എന്നാൽ ഈ കുടുംബത്തെ ചെറുതാക്കുക എന്നുള്ള ആ ഒരു മുദ്രാവാക്യം കൊണ്ട് മാത്രം നിലനിൽക്കില്ല. അതിന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച എല്ലാ ഘടകങ്ങളും ഒന്നു ചേർന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അത് മാതൃമരണ നിരക്ക് കുറയ്ക്കുക, ശിശുമരണ നിരക്ക് കുറയ്ക്കുക, വേണ്ടത്ര സാഹചര്യങ്ങൾ ഒരുക്കുക, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ ഗ്രാമങ്ങളിലും ലഭ്യമാക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, ബാലിക വിവാഹങ്ങൾ ഇല്ലാതാക്കുക, ഗർഭധാരണം 21 വയസ്സിന് ശേഷം മതി എന്നുള്ള രീതിയിൽ ജനങ്ങളെ നിർബന്ധിക്കുക. ഇത്തരം ഘടകങ്ങളെല്ലാം ചേർന്ന് വന്നു കഴിഞ്ഞാൽ താനെ ഈ കുടുംബത്തിന്റെ സൈസ് അല്ലെങ്കിൽ അതിന്റെ കുഞ്ഞുങ്ങൾ എത്ര ഉണ്ട് എന്നുള്ളത് കുറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് ആ പോളിസി അത്തരത്തിലുള്ള ഒരു ഊന്നലാണ്. റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്, മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് എന്നുള്ള രീതിയിൽ ആണ് ഇതെല്ലാം ചേർന്ന് ഒരു കോമ്പോസിറ്റ് അംബ്രല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോപ്പുലേഷൻ പോളിസി ഇന്ത്യ ഭാരതത്തിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, ഇവിടെ ഒരു ബോധവൽക്കരണത്തിന്റെ ആവശ്യം, ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തപ്പെടാതെ പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായും ബോധവൽക്കരണം ആവശ്യമാണ്. പക്ഷെ ബോധവൽക്കരണം കൊണ്ട് മാത്രം സാധ്യമാവുന്നില്ല. ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കിയതിനു ശേഷം ബോധവൽക്കരണം കൊടുക്കണം. കാരണം ഒരു ആശുപത്രി ഇല്ലാതെ നിങ്ങൾ ട്യൂബക്ടമിയെ കുറിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യമുള്ളത്? 2 കുഞ്ഞുങ്ങൾ ജനിച്ചു, ആ അമ്മയ്ക്കൊരു ട്യൂബക്ടമി നടത്തണം, അല്ലെങ്കിൽ ഒരു വന്ധ്യകരണ ശസ്ത്രക്രിയ നടത്തണം. പക്ഷെ ഹോസ്പിറ്റൽ 50 കിലോമീറ്ററിന് അകലേ ഉള്ളൂ. എന്താണ് അതുകൊണ്ട് കാര്യമുള്ളത്? ബോധവൽക്കരണം കൊണ്ട് മാത്രം കാര്യമില്ല. ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കിയതിന് ശേഷം, അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയതിന് ശേഷം ബോധവൽക്കരണം കൊടുക്കണം. ഇപ്പൊ കേരളത്തിൽ ഇനിയിപ്പോ ബോധവൽക്കരണത്തിന്റെ ആവശ്യമുണ്ട്, ചില സംഗതികളിലുണ്ട്, ചില പ്രദേശങ്ങളിലുണ്ട്. പക്ഷെ മൊത്തത്തിൽ ആ ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ആ മുദ്രാവാക്യം അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മൾക്ക് എല്ലായിടത്തും അതിനുള്ള ലഭ്യത ഇപ്പോഴും ഉണ്ട്. ഇനി അത് തളരാതെ നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് ആയിരിക്കണം നമ്മളുടെ ഒരു ലക്ഷ്യം കേരളത്തിൽ. സർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജൂലൈ 11 നാം ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുമ്പോൾ ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും ജനസംഖ്യയുടെ ചരിത്രത്തെക്കുറിച്ചും ഇന്ത്യയുടെ സവിശേഷമായ ജനസംഖ്യയുടെ സാഹചര്യങ്ങളെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി സംസാരിച്ച അങ്ങേക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. സാമൂഹ്യപാഠം ഇന്നിവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി, മറ്റൊരു ഗസ്റ്റുമായി. നമസ്കാരം.